യാഗത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് കണ്ണിലൂടെയും മുഖയിലൂടെയും യാഗപ്പുക ഏറ്റുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കലല്ലാതെ സ്വന്തം മഹാത്മാക്കളുടെ അടിപണിയണം, അവരെ പാതാരവിന്ദങ്ങളിൽ പോയി വീഴണം, അവരെ സേവിക്കണം. അങ്ങനെ നമ്മുടെ ദമ്പം, നമ്മുടെ അഹങ്കാരം ഇതൊക്കെ ഉടഞ്ഞു പോകണം. അവരെ കുടച്ചു തരുമായിരുന്നു, നമ്മുടെ പാകാക്കി തരും. കല്ല് മുകളിലേക്ക് എത്ര വേഗത്തിൽ നമ്മൾ എറിഞ്ഞാലും അത്രയും വേഗത്തിൽ കീഴ്പോട്ട് വരും അല്ലേ? ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടാൽ കല്ല് അത്രയും വേഗത്തിൽ താഴെ വരും. എന്നാൽ കല്ല് അടിച്ച് പൊടിച്ച് പൊടിയായാലോ? പൊടിയായാൽ അത് താഴേക്ക് വരില്ല, മേലോട്ട് പോകുള്ളൂ. നമ്മൾ അടിച്ച് പൊടിയാവണം അത്രേ. മഹാന്മാർ നമ്മൾ അടിച്ച് പൊടിയാക്കും. നമ്മൾ നീഗോ കല്ല് പോലെ ഇരിക്കുക നമ്മൾ. മനസ്സിലായോ? ഇതിനാണ് ദമ്പം മഹതുപാസയാന്നാ പ്രഹ്ലാദൻ പറയാ. മഹാന്മാരെ അടിപണിഞ്ഞ് സേവനം ചെയ്താൽ മാത്രമേ നമ്മുടെ ദമ്പം, ദർപ്പം, അഹങ്കാരം ഇതൊക്കെ ആസുര സമ്പത്താ. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധം പാരുഷ്യമേവജ, ഇതൊക്കെ ആസുര സമ്പത്ത്, ആസുര ഗുണങ്ങളാണ്. ഇതൊക്കെ ഉള്ളിൽ നിന്ന് കളയാതെ എങ്ങനെ ശുദ്ധി കിട്ടും? അതാണ് മഹാന്മാർ ചെയ്യുക. ഭഗവാൻ അതാണ് ദക്ഷന് വേണ്ടി ചെയ്തത്. പക്ഷേ ദക്ഷൻ അത് മനസ്സിലായില്ല. ആ സത്സംഗം കൊണ്ടല്ലേ ഈശ്വരൻ്റെ മഹിമ മനസ്സിലാവുള്ളൂ. ആ സത്സംഗത്തിന് ഭാഗ്യമില്ലാതെ പോയത് കൊണ്ടാണ് അച്ഛൻ ഇപ്രകാരം ഭഗവാനെ നിന്ദിക്കാൻ ഇടവന്നത്. എന്നാൽ കേട്ടോളൂ ഭഗവാന്റെ മഹിമ. അച്ഛാ, ഈ ലോകത്തിൽ സജ്ജനങ്ങളിൽ നിന്നും ദുർജനങ്ങളിൽ നിന്നും രണ്ട് കൂട്ടരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സജ്ജനങ്ങളെ സ്വഭാവം എന്താ? മറ്റുള്ളവരെ നന്മ മാത്രം കാണുകയും അതിനെ പുകഴ്ത്തി അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നവരാണ്. ദുർജനങ്ങളോ മറ്റുള്ളവരെ നന്മ കാണാൻ പറ്റില്ല, അവരെ മറ്റുള്ളവരെ ദോഷത്തിലേ പോവുള്ളൂ. എന്നിട്ട് ആ ദോഷത്തെ പറഞ്ഞ് പരത്തി അതിൽ ആനന്ദം കാണുന്നവരാ. ഒന്നിലും ആത്മപ്രശംസ, അല്ലെങ്കിൽ പരദൂഷണം. ഇതല്ലേ സാധാരണക്കാരൻ്റെ ആനന്ദം.